സമാനതകളില്ലാത്ത ശിരൂർ ദൗത്യം, അസാധ്യമെന്ന് കരുതിയ വിജയം. പക്ഷേ അതിനുശേഷം ഉണ്ടായ വിവാദങ്ങൾ. കേരള സമൂഹം രണ്ട് തട്ടിലായി നിന്ന് പരസ്പരം പോരടിച്ചു. പക്ഷേ ഇന്നലെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടിരിക്കുന്നു. മനാഫും അർജുൻ്റെ കുടുംബവും ഒന്നായി തീർന്നിരിക്കുന്നു. ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങിയോ? ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ല. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സുഖമായി ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു വിവാദമോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ ഇനി അടുത്ത നാളെ ഇന്നലെ സത്യത്തിൽ നല്ല ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇനി നാളെ എന്താണ് എന്നുള്ളതാണ് പേടിക്കുന്നത്. മറ്റൊരു എന്താ പറയുക നോർമൽ ജീവിതത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. കച്ചവടമൊക്കെ ഒന്ന് നോക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങൾ അർജുനെ കൊണ്ടുവന്നതോടുകൂടി തീരുമെന്ന് വിചാരിച്ചതേനും, പക്ഷെ കുറേ ദിവസം കൂടി നീണ്ടുപോയി. ആശയക്കുഴപ്പങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ അതൊക്കെ പരിഹരിച്ചോ? തീർച്ചയായിട്ടും അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഏത് പ്രശ്നമാണെങ്കിലും ഒരു കെട്ടിപ്പിടുത്തത്തിൽ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. അത് രണ്ട് കൂട്ടരും ഒരു കെട്ടിപ്പിടുത്തത്തിൽ തീർന്നു. ഇക്കാര്യങ്ങൾ ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ മനാഫിനോടും അതോടൊപ്പം തന്നെ ജിതിനോട് നിരന്തരം പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയോട് കൂടിയാണ് ആ ഒരു സന്ദർഭം ഒത്തുചേർന്നതെന്നാണ്. സത്യമായിട്ടും നിങ്ങളൊക്കെ ആദ്യം മുതലേ ഒരിക്കലും എന്തായിരുന്നു, അപ്പോൾ നമ്മൾ ഒരു ദൗത്യത്തിൽ നിൽക്കുമ്പം രണ്ടഭിപ്രായം ഉണ്ടാവും. ഇപ്പം പാർട്ട്നേഴ്സ് ആയാലും ഉണ്ടാവും, സുഹൃത്തുക്കളായാലും ഉണ്ടാവും. കാരണം നമ്മൾ രണ്ട് കൂട്ടരും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. ലക്ഷ്യം ഒന്നാണ്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യാസമുണ്ട്. ആ മാർഗങ്ങളിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെ വേണ്ടെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ. പക്ഷെ നമ്മൾ നോക്കേണ്ട ലാസ്റ്റ് ഔട്ട്കം എന്താണെന്നുള്ള ആ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മളെ വിഷയം അർജുനായിരുന്നു. അർജുനെ വീട്ടിലെത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിലെല്ലാവർക്കും പങ്കുണ്ട് എത്തിച്ചതിൽ. പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പിന്നെ എന്താ പറഞ്ഞാൽ ഈ ബാഹ്യ ഇടപെടൽ, അത് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഒത്തുതീർപ്പാക്കാന്നല്ല ഉദ്ദേശിക്കുക ചില ആളുകൾ. ആ പ്രശ്നം എങ്ങനെ കത്തിക്കുക എന്നുള്ളതാണ്. അതിനാ ഇവിടെ കൂടുതൽ ആൾക്കാർ നമ്മളെ നാട്ടിലെ മൊത്തം. ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരും, കാരണം ഇത് കേരളം മൊത്തം കത്തിപ്പോണ്ട വിഷയം. സ്നേഹമുള്ള മനുഷ്യർ മൊത്തം ഒരു ബക്കറ്റ് വെള്ളമായിട്ട് നിൽക്കണോ? കാരണം ആരെങ്കിലും തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കത്തിക്കാൻ നോക്കിയാൽ മേലെ കൂടി വെള്ളം വയ്ക്കണം. എനിക്കതാ പറയാനുള്ളത്. അത്തരത്തിലുള്ള ആളുകളെ ഈ രീതിയിൽ കയറൂരി വിടരുത്. ഒരാളെയും അങ്ങനെ വിടരുത്. ഇത് ഒരു എന്താ പറയുക ചെറിയൊരു സ്റ്റേറ്റ് ആണെങ്കിലും തിക്ക് പോപ്പുലേഷനാണ്. ഇവിടെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ആരും മോശക്കാരല്ല. എല്ലാവരും റെഡിയായി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നുള്ളത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കി. നമ്മൾ ആരും മോശക്കാരല്ല. അപ്പോൾ അത് ഒരു തീപ്പൊരി വീണാൽ മതി. അതിന് നമ്മളെ സമൂഹത്തിൽ ആരും മെനക്കെടരുത്. അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ ബക്കറ്റായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കെടുത്തണം ഈ വിഷയങ്ങളൊക്കെ. ഇത്തരം കാര്യങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം എല്ലാവരും ഒരുമിച്ച് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ നമ്മളിപ്പം അത്രയും ഡെവലപ്ഡ് ലോകത്താണ് ജീവിക്കുന്നത്. ഇവിടെ ഞാൻ മുന്നേ പറയുന്ന കാര്യമാണ്, നിങ്ങളെ മതം നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം റോട്ടുമ്മലേക്ക് ഇറങ്ങണം. നിങ്ങൾ ഈ മതം എടുത്ത് റോട്ടുമ്മലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആറ്റം ബോംബിനെക്കാട്ടിയും വലിയൊരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മതങ്ങൾ എല്ലാവരും വിശ്വസിക്കണം, ആ മതങ്ങളിൽ ഫോളോ ചെയ്യണം, അതിനെ ബഹുമാനിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷെ അത് കൈയാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കണം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കണം. അത് റോട്ടുമ്മലേക്ക് അതുമായിട്ട് പോകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ PV അൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അവിടെ ഉണ്ടായിരിക്കുന്ന ഈ സമ്മേളന നഗരിയിൽ മനാഫിൻ്റെയും അർജുൻ്റെയും ഒക്കെ ഫോട്ടോകൾ ഈ സാംസ്കാരിക നായകർക്കും അതോടൊപ്പം തന്നെ നവോത്ഥാന നായകർക്കൊപ്പം അവിടെ ഉണ്ട്. മനാഫിൻ്റെ അറിവോട് കൂടിയാണോ അത്തരത്തിലൊരു ഫോട്ടോ അവിടെ വന്നിരിക്കുന്നത്? ഈ മനാഫ് എന്ന് പറയുന്നത് ഒരു കോപ്പിറൈറ്റ് ഒന്നുമില്ല മനാഫിന്. മനാഫ് ആർക്കും ഉപയോഗിക്കുക. മനാഫിൻ്റെ ഫോട്ടോ ഉപയോഗിക്കുക, പേര് ഉപയോഗിക്കുക, സന്തോഷമല്ലേ ഉള്ളൂ. നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാർക്ക് ആരൊക്കെ എന്തൊക്കെ തരുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഫോട്ടോ ആർക്കും വെക്കാം, BJPക്കാർക്കും വെക്കാം, അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വെക്കാം, സംഘടനകൾക്കും വെക്കാം, പേരുപയോഗിച്ചോളി ഒന്നും. ഞാൻ ആരെ കോപ്പിറൈറ്റ് അല്ല. അപ്പം ഈ ഫോട്ടോ അവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ് PV അൻവർ താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നോ? ഇന്ന് എല്ലാ നേതാക്കന്മാരും വിളിക്കുന്നുണ്ട്. എല്ലാവരോടും സ്നേഹവും നന്ദിയുണ്ട്.
എല്ലാവരും വിളിക്കലുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ അർജുൻ്റെ വിഷയത്തിൽ അർജുനെ കിട്ടാത്ത സമയത്ത് ഞാൻ കേരളത്തിൽ വിളിക്കാത്ത നേതാക്കന്മാരില്ല. എല്ലാവരും ഭയങ്കര കാരണം അങ്ങനെ ഇതായി നിൽക്കുന്ന സമയത്ത് കത്തി നിൽക്കുന്ന സമയമാണ് ഏത് അർജുൻ്റെ വിഷയം. ആ സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ എല്ലാവരും ഫോൺ എടുത്താൽ മനാഫെ എല്ലാവരും അതിൻ്റെതായ ഒരു ഹെൽപ്പുകളൊക്കെ ചെയ്തിക്കണ്. ഈ പാർട്ടി രൂപീകരണ സമയത്ത് മനാഫ് അവിടെ ഉണ്ടാവുമോ? ഇന്നാരും വിളിച്ചിട്ടൊന്നുമില്ല, ആ രീതിയിൽ ആരും വിളിച്ചിട്ടില്ല. എനിക്ക് ഈ രാഷ്ട്രീയം എൻ്റെ ഫാദർ രാഷ്ട്രീയ നേതാവായിരുന്നു എന്നല്ലാതെ എനിക്കൊരു രാഷ്ട്രീയം ഇല്ല. അത് മീൻസ് ഇങ്ങനത്തെ ഒരു പാർട്ടിയായിട്ട് ഒരു കോണ്ടാക്ട്സും ഇല്ല. പുതുതായി രൂപീകരിക്കുന്ന DMK-യുമായി സഹകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയത്തിൽ എനിക്ക് വലിയ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലേക്കും പോരുതെന്ന് ചെറുപ്പം മുതലേ ചിന്തിച്ചാളാണ്. ഞാൻ ഈ രാഷ്ട്രീയക്കാരൻ്റെ എന്താ പറയുക മോനായി ജീവിച്ചതിനോണ്ട് എനിക്കെൻ്റെ ഫാദറിനെ ഒരുപാട് മിസ് ചെയ്തിരിക്കണ്. എൻ്റെ പേടി ഇനി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്നെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോകും. അതായത് ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും മക്കളെ കൂടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഭാവി കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എല്ലാ പാർട്ടിക്കാരും വിളിച്ചിക്കണ് പല കാര്യങ്ങൾക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ഒരു ഡിസിഷനോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്താ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സന്തുഷ്ട കുടുംബമാണ്. പക്ഷെ സമൂഹത്തിനു വേണ്ടി പലതും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പഠിത്താൻ മനസ്സിലായത്. ഞാനത് വരെ അറിയില്ല. ഇനിയും എൻ്റെ ഉള്ളിൽ ചില ഒരു ചെറിയൊരു ഇത് പറയട്ടെ. ഞാൻ മറ്റേ കുന്നമംഗലത്ത് ഒരു പരിപാടിക്ക് പോയി. ചെറിയ കുട്ടികളെ ഒരു ക്ലാസ്സേനു അത് കുട്ടികളെ. അപ്പോൾ ആ ഇതിന് പോയ സമയത്ത് എനിക്ക് പ്രസംഗത്തിന് എന്നെ വിളിക്കണ വരെ എനിക്കറിയില്ല എനിക്ക് എന്ത് പറയണം എന്നുള്ളത്. ഞാൻ അങ്ങനെ ആലോചിക്കും. ഞാൻ പ്രാസംഗിക്കനും എല്ലാം ഞാൻ മൈക്കിനും കണ്ടാൽ പേടിയാവണ ആളാണ്. ഞാൻ കയറി നിന്ന് സംസാരം തുടങ്ങിയപ്പോൾ സംസാരം കഴിഞ്ഞപ്പോഴും ഞാൻ ആലോചിക്കുക ആരാ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണമെന്ന് അങ്ങനെ തോന്നിക്കുന്നു. അല്ല, ഈ DMK-യുമായി സഹകരിച്ചു പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ DMK തൻ്റെ ഫോട്ടോ ഉപയോഗിച്ചിൽ തനിക്ക് പരാതിയില്ല. പക്ഷേ തൻ്റെ അറിവോട് കൂടിയല്ല ആ ഫോട്ടോ പതിച്ചതെന്നാണ് താങ്കൾ പറയുന്നത്. ഞാനതാ പറയുന്നത്. ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എൻ്റെ ഒരു ഫോട്ടോ ഉപയോഗിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കണോ സന്തോഷം, കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചാലും ലീഗുകാർ ഉപയോഗിച്ചാലും ഏതൊക്കെ പാർട്ടികളുണ്ടോ അവരൊക്കെ ഉപയോഗിച്ചോട്ടെ. എല്ലാ പാർട്ടിനോടും ഒരു ബഹുമാനവും ഇതുമുണ്ട്. എല്ലാവരും ലക്ഷ്യം എന്തായാലും തന്നെ ഇന്ത്യയും ജിതിൻ്റെയും കഥ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ജിതിൻ്റെയും ഇന്ത്യയും ലക്ഷ്യം ഒന്നേനും മാർഗങ്ങൾ വ്യത്യാസമുണ്ട്. ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താ ഈ നാടിൻ്റെ ഒരു പുരോഗതിയാണല്ലോ. അപ്പം ആ പുരോഗതിക്ക് ഇവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യാസമുണ്ട്. അത് മറ്റ് വിഭാഗത്തിന് അതൊരു എതിർപ്പായി തോന്നുന്നു ഇതാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ടോട്ടൽ പറയാനുള്ളത് ഇതിപ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് കുറേ അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി സാധാരണ പോലത്തെ ആളുകൾക്കുണ്ടാവണം. ഞാനും ഉപയോഗപ്പെടുത്തിയത് അർജുൻ്റെ വിഷയത്തിൽ എൻ്റെ ഉള്ളിൽ മനസ്സിൽ ഫുള്ളായിട്ടുള്ളത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാവ്. ഞാൻ രാജാവ്. അപ്പോൾ ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ഞാൻ ജനങ്ങളുടെ എന്താണ് അടിമ അല്ലെങ്കിൽ എന്താ പറയുക ഭൃത്യൻ എന്തെങ്കിലും ഞാൻ ഓരോ സേവിക്കേണ്ട ആളാണ്. എനിക്കൊരു പൊസിഷൻ തരികയാണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഞാൻ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ ആ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായ ഇടാൻ അർഹനല്ല. ഞാൻ ഇടുകയും ചെയ്യില്ല. ഞാൻ ലൈഫിൽ എപ്പോഴെങ്കിലും ഇടുകയാണെങ്കിൽ അതൊരു ഒന്നൊന്നര രാഷ്ട്രീയക്കാരനായിരിക്കും ഞാൻ. DMK-യുടെ ഈ പരിപാടിയുമായി ഇപ്പോൾ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുമില്ല. എല്ലാവരോടും ഐക്യദാർഢ്യമുണ്ട്. വരട്ടെ. ഒരു എന്താ പറയുക ഇതാണ് വേണ്ടത്. അപ്ഡേറ്റഡ് ആവണം. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കാണുന്ന മുഖങ്ങളും എന്നും കാണുന്ന രാഷ്ട്രീയ പാർട്ടികളും അല്ല. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പുതിയ പാർട്ടികളും പുതിയ നേതാക്കന്മാരും കേരളത്തിൽ വളർന്നു വരണം. അപ്പോഴെന്താവുള്ളൂ പറഞ്ഞാൽ കേരളം വളരുള്ളൂ. അത് സ്ട്രേറ്റ് ചോദിച്ചാൽ PV അൻവറിനോട് അനുഭാവമുണ്ട്. എല്ലാവരോടും ഉണ്ട്, PV അൻവറിനോടും ഉണ്ട്. അതെനിക്ക് സഹകരിക്കുന്നതിൽ തെറ്റില്ല. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നിലും എല്ലാത്തിനോടും എനിക്ക് ധൈര്യത്തിൽ എല്ലാവരും കൂടെ സഹകരിക്കാം. അല്ലാതെ പ്രത്യേക ഒരു മമതയില്ല.
അതെ, അങ്ങനെ പ്രത്യേകിച്ചൊരു എന്താ പറയുക ഒരിതില്ല. നാടിനും വേണ്ടി നല്ല ചെയ്യണ ആരൊക്കെ ഉണ്ട് ഓരോ കൂടൊക്കെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സമയം ഉണ്ടെങ്കിൽ എനിക്ക് സമയം എനിക്ക് കച്ചവടം കൂടി ചെയ്യണ്ടേ, അതും കൂടി ഞാൻ തീർച്ചയായിട്ടും ഓരോ കൂടെ നിൽക്കും. അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കും. ആര് വിളിച്ചോട്ടെ, ഇനി BJPക്കാർ വിളിച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി ഓരോ കൂടും പോകും. PV അൻവറിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണോ? അല്ല, പിന്നെ പുതിയൊരു പാർട്ടിയൊക്കെ വരണമല്ലോ, ഞാൻ ആശംസ നേരുന്നു. അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് ഓർക്കും ആശംസ നേരുന്നു. സന്തോഷമല്ലേ? പക്ഷെ ഇത് ആരും എന്താ ഇതൊരു വേറെ ആശയങ്ങൾ തമ്മിൽ പോരാടാം, ആയുധങ്ങൾ തമ്മിൽ പോരാടരുത്. ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതൊക്കെ എൻ്റെ തൊള്ളന്ന് എങ്ങനെ വരുന്നതെന്നുള്ള എനിക്കറിയില്ല. ആശയങ്ങൾ തമ്മിൽ പോരാടിക്കോളി, അതായത് ആയുധങ്ങൾ എടുത്ത് പോരാടരുത്. തന്നിലൊരു രാഷ്ട്രീയക്കാരുണ്ടെന്ന് തിരിച്ചറിവ് കൂടിയാണ്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, അതാ അപ്പോൾ പ്രശ്നം. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് മനോഹ് പറയുന്നത്. താൻ ഒരു രാഷ്ട്രീയ നേതാവാകുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര രാഷ്ട്രീയ നേതാവായിരിക്കും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഫോട്ടോ ഏതോ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ തൻ്റെ അറിവോട് കൂടിയല്ല PV അൻവർ അവിടെ തൻ്റെ ഫോട്ടോ പതിച്ചതെന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഏതായാലും PV അൻവറിനെ രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും. പുതിയ മുഖങ്ങൾ വരട്ടെ, പുതിയ രാഷ്ട്രീയ പാർട്ടികൾ വരട്ടെ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ വളരട്ടെ എന്നുള്ള കാര്യം കൂടിയാണ് മനോഹ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ പരിഹരിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് മനാഫ് ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.